നമസ്കാരം. ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ സബീന ഹംസ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ബേസിക്കലി കോഴിക്കോട് തന്നെയാണോ വീട്? ഞാൻ ജനിച്ചത് പാലക്കാടാണ്. പക്ഷേ ഒരു 4 വയസ്സ് മുതൽ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്തു വന്നിട്ടുണ്ട്. ഫാദർ യൂറോളജിസ്റ്റ് ആണ്, ഡോക്ടർ ഹംസ തയ്യിൽ. അപ്പോൾ ബാപ്പയുടെ പഠനാർത്ഥമാണ് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ ഫാദർ നിങ്ങൾ ജനിച്ചതിന് ശേഷമാണ് ഫാദർ PGക്ക് പഠിക്കുന്നത്? MS കഴിഞ്ഞ് ഞാൻ ജനിച്ചതിന് ശേഷം ഒരു 1980 ആ കാലഘട്ടത്തിലാണ് ഇവിടെ MCH ചെയ്യുന്നത്. അങ്ങനെയാണ് കാലിക്കറ്റിലേക്ക് വരുന്നത്. അങ്ങനെയാണ് കോഴിക്കോട്ടുകാരി. പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ സെന്റ് ജോസഫ്സ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചു. 1ാം ക്ലാസ് മുതൽ അവിടെ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി സെന്റ് മേരീസ് തൃശ്ശൂർ. എൻട്രൻസ് PC തോമസ് സാറിന്റെ കോച്ചിങ്ങിന് വേണ്ടി. MBBS പരിയാരം അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് പരിയാരം. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് എന്നറിയപ്പെടുന്ന കോളേജ്. പരിയാരത്തെ എത്രാമത്തെ ബാച്ചാണ് നിങ്ങൾ? അവിടുത്തെ 4ാമത്തെ ബാച്ചിലാണ്. വർഷം പറയുകയാണെങ്കിൽ 98. ഏത് വർഷമാണ് സർവീസിൽ കയറുന്നത്? സർവീസിൽ കയറുന്നത് 2009. 2009 ആദ്യമായിട്ട് ജോലി എവിടെയായിരുന്നു? പിണറായി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പിണറായില്. അവിടെയാണ് ജോലി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉള്ളേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉള്ളേരി, പിന്നെ താലൂക്ക് ഹോസ്പിറ്റൽ വൈത്തിരി. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ PSC കിട്ടി, ഗവൺമെൻറ് സർവീസിൽ ജോയിൻ ചെയ്ത് സിവിൽ സർജൻ അല്ല, അസിസ്റ്റന്റ് സർജൻ ആയിട്ടാണ്. ഇപ്പോൾ ഹയർ ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിൽ ഞാനിപ്പോൾ സിവിൽ സർജൻ ആയിട്ടുണ്ട്. ഒരു ഗ്രേഡ് കിട്ടിയതാണ്. ഈ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൽ വന്നിട്ട് എത്രയായി? കോട്ടപ്പറമ്പ് വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ വന്നാണ്, ഒരു 10 മാസം. ഈ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റൽ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പഴക്കമുള്ള ഒരു ഹോസ്പിറ്റലാണ്. അത് കുട്ടികളുടെയും മറ്റ് സ്ത്രീകളുടെയും ഹോസ്പിറ്റലാണ്. സാധാരണ ഏത് തരത്തിലുള്ള ആളുകളാണ് ആ ഹോസ്പിറ്റലിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്? നമ്മുടെ കോട്ടപ്പറമ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ത്രീ ഗർഭം ധരിക്കുന്നത് മുതൽ പ്രസവിച്ച് ആ കുട്ടിയുടെ ജനിച്ച് ആ കുട്ടി വളർന്ന് അവരുടെ അസുഖങ്ങൾ ഒരു 12 വയസ്സ് വരെ അവിടെ നോക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് അവരുടെ ഒരു നോർമൽ സ്റ്റേജ്. 12 വയസ്സിന് ശേഷം കുട്ടികൾ പിന്നെ അടുത്ത ആശുപത്രിയിലേക്കാണ് പോവുക. പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ് 12 ഇയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അത്രയും ആ ഒരു ഗർഭം ധരിച്ചത് മുതൽ അതുവരെ നമുക്ക് ആണ് അവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു സാധാരണഗതിയിൽ ആ ഒരു 12 ഇയേഴ്സ് വരെ കുട്ടീനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫാമിലിയായിട്ട് കുറച്ചും കൂടി ഒരു ക്ലോസ്നെസ് കൂടുതലായിട്ട് അറിയാൻ പറ്റും. കാരണം അവർ ഗർഭം ധരിച്ച് 9 മാസം നമ്മളെ കാണിക്കാൻ വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പ്രസവിച്ച് പോകുന്നു. പിന്നെ ആ കുട്ടീനെ തന്നെ കൊണ്ടുവരുന്നു. വളരെ സാധാരണക്കാരായ ആളുകളാണ് ഈ ഹോസ്പിറ്റലിൻ്റെ സൗകര്യങ്ങൾ കുറച്ച് കാലം മുമ്പ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത ആളുകളായിരിക്കുമല്ലോ കൂടുതലും. അതെ, കൂടുതൽ അങ്ങനെയാണ്. കുറച്ചു കാലം മുമ്പ് വരെ വളരെ പാവപ്പെട്ട രോഗികളുടെ ആശുപത്രിയായിരുന്നു. ഇപ്പം നമ്മൾ സൗകര്യങ്ങൾ ഒരുപാട് കൂടിയത് കൊണ്ട്, നല്ല എല്ലാ സിസ്റ്റവും, എല്ലാ ന്യൂബോൺ ICU എല്ലാം കൂടിയതുകൊണ്ട് ഇപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള എല്ലാ ആളുകളും വരുന്നുണ്ട്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കടപിടിക്കാവുന്ന സൗകര്യങ്ങൾ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനങ്ങളും എല്ലാം നല്ലോണം ഉള്ളത് കൊണ്ട് ആളുകൾ എന്തായാലും അതിൻ്റെ ഒപ്പരം തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വരുന്നുണ്ട്. കുറേ കേസുകളും കൂടിയിട്ടുണ്ട്. ഫാദർ യൂറോളജിസ്റ്റ് ആണല്ലോ അല്ലേ? ഹോസ്പിറ്റൽ എന്തെങ്കിലും നടത്തണോ? നമുക്ക് നടക്കാവ് മനോരമയുടെ ഓപ്പോസിറ്റ് ഷീബ സർജറി ആൻഡ് യൂറോളജി സെന്റർ ആണ്. എനിക്കൊരു അനിയത്തി റേഡിയോളജിസ്റ്റ് ആണ്. ആസ്റ്റർ ദുബായിൽ അവിടെ സെറ്റിൽഡ് ആണ് 2 വർഷമായിട്ട്. ഇപ്പം നിങ്ങളുടെ ഒരുപാട് റീൽസ് ഞാൻ കാണുകയുണ്ടായി. ഇങ്ങനെ വളരെ ഈ ടിക്ടോക്ക് എന്നാണ് പൊതുവേ എല്ലാവരും പറയാറ്. ടിക്ടോക്ക് വാസ്തവത്തിൽ ടിക്ടോക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ആളുകൾ പറയൽ പൊതുവേ അങ്ങനെയാണ്, ടിക്ടോക്ക് ചെയ്യുക. ഞാൻ ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ട്. വളരെ രസകരമായിട്ടാണ് നിങ്ങൾ പലതും, പ്രത്യേകിച്ച് നമ്മുടെ കേളപ്പേട്ടന്, അതുപോലെ നാഗവല്ലി, പിന്നെ ഒരു കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കുന്ന അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എത്ര നാളായി ഈ ഫീൽഡിലേക്ക് വന്നിട്ട്? ഈ കുറച്ച് ആക്ടിങ് ആയിട്ടുള്ള അഭിനയം എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷും മലയാളത്തിലും ഈക്വലി അഭിനയിച്ചിട്ടുണ്ട്. ജില്ല വരെയൊക്കെ നാടകത്തിലൊക്കെ പോയിട്ടുമുണ്ട്. പിന്നെ അന്ന് അതിൽ കൂടുതലൊന്നും നമ്മൾ പോകാനുള്ളൊരു സ്കോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പഠനം മാത്രമാണ് ലക്ഷ്യമെന്നുള്ളത് കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഇങ്ങനെ ഒരു അവസരം എനിക്കിങ്ങനെ ടിക്ടോക്ക് ഉള്ള കാലഘട്ടത്തിൽ എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. ഒന്നാമത് അതിനെക്കുറിച്ച് അതിലേക്കൊന്നും ഇറങ്ങി തിരിച്ചില്ല. പിന്നെയാണ് ടിക്ടോക്ക് നിരോധിക്കുന്നത് എന്ന് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ടിക്ടോക്ക് നിരോധിച്ചിട്ട് കുറച്ച് കാലമായിട്ട് 2020 മറ്റോ അതൊരു നമ്മളൊരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് ചൈനയായിട്ടുള്ളത് കൊണ്ട് ഇന്ത്യ അങ്ങനെയാണ് അത് ഇന്ത്യയിൽ നിരോധിക്കാനുള്ള കാരണം.
അതുപോലെ മറ്റൊരു രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അതുപോലെ അതാ നിലയിലാണ് അത് വന്നിട്ട്. പക്ഷേ ആ ഒരു പ്ലാറ്റ്ഫോം ഒത്തിരി ആളുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നത് സത്യമാണ്. അത് എവിടെയായാലും ലോകത്ത് എവിടെയായാലും ടിക്ടോക്ക് പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ എന്നുള്ള നിലക്ക് അതൊരു ഒരുപാട് ആളുകൾ യുഎസിലൊക്കെ 150 മില്യൺ ആളുകൾ ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ ഉള്ള സാധനമാണത്. പക്ഷേ അതിൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ റീൽസിൽ ചെയ്യുമ്പോൾ വളരെ ഷോർട്ട് വീഡിയോസാണ് സാധാരണ ടിക്ടോക്ക് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന അതാണ്. വളരെ ഷോർട്ട് വീഡിയോസ് വളരെ ഇമ്പ്രസീവായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനേറ്റവും അതിൻ്റെ ഒരു ഉദ്ദേശം. അതാണ് അതിൻ്റെ പെട്ടെന്ന് ആളുകളിലേക്ക് സ്ട്രൈക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസിൽ ആളുകൾ ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായം പറഞ്ഞ എന്ത് വീഡിയോ എന്താണ്? തുടക്കകാലത്ത് ഇത് ആളുകൾക്ക് അങ്ങനെ അങ്ങോട്ട് എന്താണ് ഇവിടെ ചെയ്യണത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഡോക്ടർ പണി ഇത് നിർത്തിയോ എന്താണ് സംശയം. പക്ഷേ ഈ കാസർഗോഡിൻ്റെ ആ ഒരു ഭാഷ ചെയ്ത ആ വീഡിയോ, പക്ഷെ ഒരു ഡോക്ടർ മാത്രമല്ല താനൊരു കലാകാരി കൂടിയാണെന്ന് സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതെ, ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ഉള്ളിലുള്ള പാഷൻ അതാണെന്നുള്ളത് എപ്പോഴും മനസ്സിലായി. അല്ലാതെ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കലും അത് പുറത്തു വരും. നമ്മൾ എത്ര മൂടി വെച്ച കഴിഞ്ഞാലും അത് എപ്പോഴെങ്കിലും ഒരിക്കലും നമ്മളെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരും. ഇപ്പോൾ ഡോക്ടറായാലും കളക്ടറായാലും ഒക്കെ അത് സത്യമാണ്. സ്കൂളും കോളേജിലില്ല, സ്കൂളിൽ ഒരുപാട് കലാപരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഡാൻസ് ആയാലും ഒപ്പന ആയാലും എല്ലാറ്റിലും ആ ഡാൻസ് ഇഷ്ടമാണ്. പക്ഷേ ചെറുപ്പത്തിൽ ചില മാഷിനോടുള്ള പേടി കാരണം ഡാൻസ് പഠനം അങ്ങനെ നിർത്തിയതാണ്. പിന്നീട് അത് വീട്ടിലാരും പോയി പഠിക്കുന്നൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അതിൽ ഞാൻ ചെറിയ ഖേദിക്കുന്നുണ്ട്. പണ്ടേ കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അതേപോലെ പഠിച്ചിട്ട് അതുപോലെ പെർഫോം ചെയ്യും. അപ്പോൾ ഇഷ്ടമാണ്, ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് സംഭവങ്ങൾ. അപ്പോൾ ഇതിൽ കാസർഗോഡിൻ്റെ ആ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അഭിനന്ദിച്ചപ്പോൾ എന്നാൽ പിന്നെ തോന്നി എന്നാൽ പിന്നെ ഇത് കുറച്ചും കൂടി ചെയ്ത് നോക്കാം. 2 ദിവസം മുമ്പ് മദേഴ്സ് ഡേക്ക് ഒരു വീഡിയോ ചെയ്തല്ലോ, വളരെ നന്നായി ഉണ്ടായിരുന്നു. വളരെ വളരെ രസമായിട്ട്. കാരണം മകളാണ് കൂടെ, മകള് ചെറിയ മോള്. അവൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. അവൾക്ക് കുറച്ച് കലയിൽ ഇഷ്ടമുണ്ട്. അല്ല, അവളെ ആ വീഡിയോയിൽ ഒത്തിരി അവളുടെ ഫേസ് ഒക്കെ നല്ലൊരു ആക്ടിങ് ആയി കാണാനുണ്ട്, മുഖത്ത് കാണാൻ ഭാവം വരുന്നുണ്ട്. അത് ആ ഡയറക്ടർ പറഞ്ഞ തീം മുപ്പത്തി അത് ഫുള്ളായിട്ട് ഒന്ന് ഉള്ളോട്ട് വലിച്ചെടുത്തു. പ്രൊമോഷണൽ വീഡിയോ ആണ്. അങ്ങനെ പ്രൊമോഷൻ അല്ല, മദേഴ്സ് ഡേന്റെ ഭാഗമായിട്ട് എന്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അതെന്റെ ക്ലാസ്മേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അവളുടെ ആണ് കൊക്കോ റൂട്ട്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. അപ്പൊ അതുകൊണ്ട് അവള് മദേഴ്സ് ഡേ അതുകൂടിയും ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള നിലക്കാണ്. അതെ 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 അതെ, അതിന് മോള് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൂടെ പഠിച്ച കുട്ടിയുടെ ഒരു ഇതല്ലേന്ന് വെച്ചിട്ട് ഞങ്ങളും കൂടി. സാധാരണഗതിയിൽ ഒരു ഡോക്ടർ പണിയും ഒരു വീട്ടമ്മയായിട്ട് കഴിയേണ്ട ഒരു ആളാണ് സാധാരണ പശ്ചാത്തലം വെച്ച് നോക്കുമ്പം. അങ്ങനെയാണ്. എന്താണ് ഇതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം? ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ഒരു സിംഗിൾ മദറാണ്. 3 കുട്ടികളാണ് എനിക്ക്. 3 പേരും ഞാൻ എൻ്റെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഇപ്പോഴാണ് പാപ്പയും ഉമ്മയും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഈ ഒരു ലാസ്റ്റ് 2 years ആയിട്ട് നമ്മൾ കാലം കുറേ പോയി. ഇനിയുള്ള കാലം എന്തെങ്കിലും നമ്മുടെ ഉള്ള ഒരു പാഷൻ, ശരിക്കും പറഞ്ഞാൽ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നതിനേക്കാളും ഞാൻ എൻജോയ് ചെയ്യുന്നത്. അല്ല, മനസ്സിലുണ്ടായ ഒരു പ്രയാസം നീക്കാനുള്ള ഒരു മീഡിയ എന്നുള്ള ഇൻഡയറക്ട്ലി ആയിരിക്കാം. അത് നമ്മൾ ആ സമയത്ത് അറിയുന്നില്ല അതെന്തിനാണ് നമ്മളിതിലേക്ക് എടുത്തു ചാടുന്നത്. പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മകളേ ഇല്ല. ഇപ്പോൾ കൂടുതൽ ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടികളുടെ കാര്യം നാച്ചുറലി അതിൻ്റെ ഒപ്പരം തന്നെ. അപ്പോൾ എനിക്ക് ഈ എന്താ പറയുക, വെറുതെ ഇരിക്കുക എന്നുള്ളൊരു ടൈമില്ല. ഇപ്പോൾ കൂടുതൽ എന്തൊക്കെ പറയണോ അത് കാണുമ്പോൾ അവർ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ടൈമിൽ അവർ ഈ റീൽ എടുത്ത് കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരത് ഭയങ്കരമായിട്ട് ചിരിക്കണമെന്നും പറയണം. അപ്പം കുറച്ച് പേരുടെ മനസ്സിൽ സന്തോഷവും ചിരിയും നിറയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവരിങ്ങനെ വിളിച്ചിട്ട് പറയും എന്താണ് ഇന്ന് നിന്റെ ഒന്നും കാണാത്തത് എന്നുള്ള ചോദിച്ചിട്ടാണ് അവർ ഇടുന്നത്. അതെ, അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി തോന്നും. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ലതല്ലെങ്കിലുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ക്രിറ്റിസിസം ഉണ്ട് ഒരു സൈഡിൽ കൂടെ. ക്രിയേറ്റീവ് ക്രിറ്റിസിസം നമ്മൾ എപ്പോഴും വെൽക്കം ചെയ്യണം. നമ്മളിപ്പോ ചെയ്യുന്ന എല്ലാം നന്നാവണമെന്നും ഇല്ലല്ലോ. നമ്മുടെ ചില സമയത്ത് ആ ഒരു ടൈമിൽ മൂഡ്, പിന്നെ ചില സമയത്ത് ലിപ്സിങ്ക് കറക്റ്റ് ആയിട്ട് വരൂല. ഈ ഡയലോഗ് ഡെലിവറി സ്പീഡ് കൂടുമ്പോൾ നമ്മൾ എത്ര ട്രൈ ചെയ്താലും വരില്ല. സാധാരണ ഇങ്ങനെ ഈ വോയിസ് സ്വന്തമായി മൊഡ്യൂൾ ചെയ്തിട്ട് ചെയ്യാറുണ്ടോ? നമ്മൾ ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇൻസ്റ്റ വന്നതിന് ശേഷമാണ് ഈ റീൽസിലേക്ക് വന്നത്. അപ്പോഴാണല്ലോ ടിക്ടോക്ക് സ്റ്റോപ്പ് ആയത്. അപ്പോൾ അതിൽ നമ്മൾ അവർ കൊടുത്തതിൻ്റെ ഒരു യൂസ് ഓഡിയോയിൽ
അതേപോലെ നമ്മൾ ചെയ്യുക. പക്ഷെ ബാക്കിയൊക്കെ നമ്മൾ ഡിഫറെൻ്റ് ആക്കാം. തുടക്കത്തിൽ ഞാൻ ഇട്ട ഡ്രസ്സ് ഏതാണോ അതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതത് ചുരിദാറെങ്കിൽ ചുരിദാർ. അപ്പോൾ പിന്നെ തോന്നി കുറച്ചും കൂടി അതിനൊരു ഒറിജിനാലിറ്റിക്ക് നമ്മൾ വേഷവും മാറ്റണം. ഇപ്പോൾ ആണുങ്ങളുടെ സീനാണെങ്കിൽ ഒരു ഷർട്ട്, ലുങ്കി, മുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ എൻ്റെ ഒരു റൂമാണ് എൻ്റെ സ്റ്റുഡിയോ. അപ്പോൾ അതിൽ നിന്ന് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ആളുകൾക്ക് ഇഷ്ടമാവുന്നു മനസ്സിലായി. ഇപ്പോൾ അമ്മക്ക് സപ്പോർട്ട് ചെയ്യുമോ? ഉപ്പ ഉമ്മൊക്കെ അത് കണ്ട് ആസ്വദിക്കും. അങ്ങനെയൊന്നും പറയില്ല. അങ്ങനത്തെ ഇല്ല ഇല്ല ഇല്ല, എല്ലാവരും ഇഷ്ടമാണ്. കുടുംബത്തിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ്. അതെ 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 അതെ. മൂത്ത മോളും ചില റീൽസിലൊക്കെ വരും. അധികം ഡയലോഗ് ഒന്നും പാടില്ല എന്ന് പറയും. മനസ്സിൽ അതാണ് ആഗ്രഹം. കഴിഞ്ഞ വർഷത്തെ കോഴിക്കോട് ജില്ലയിൽ +2 ഫുൾ മാർക്ക് 1200. ഡോക്ടറെ പോലെ പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ കൈപ്പേറിയ അനുഭവങ്ങളുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. സ്ത്രീകൾ എന്താണ് അവർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ്? ഒരു മെയിൻ മെസ്സേജ് നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക. കാരണം എല്ലാം ബേസ് അതാണ്. അപ്പോൾ നമ്മൾക്ക് പറയാമല്ലോ, നമുക്ക് എല്ലാ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാൻ സാധിച്ചോളണമെന്നില്ലല്ലോ. സാധിച്ചോളണമെന്നില്ല. അതാണ് അതിലൊരു വലിയൊരു വിലങ്ങതടി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം എനിക്ക് ഒരു നല്ലൊരു ജോലി, എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് ഇറങ്ങി ഒരു ഏണിംഗ് അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയ പ്രായമാണെങ്കിൽ നല്ലൊരു ജോലിയിലേക്ക് അത് ഫസ്റ്റ് ലീഡ് ചെയ്യുക. സ്ത്രീകൾ പ്രത്യേകിച്ച് കയ്യിൽ നല്ല പൈസ ഉണ്ടാവണം, നമുക്ക് നിൽക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ബാക്കി പിന്നെ എല്ലാം അതിൻ്റെ ഒപ്പരം തന്നെ വന്നോളും. പിന്നെ നമുക്ക് റെസ്പെക്റ്റ് കിട്ടാത്ത സ്ഥലത്തുനിന്ന് മെല്ലെ ഇറങ്ങി ചെല്ലുക. അതാണ് ബഹുമാനം എന്നൊരു സംഭവം വളരെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. അതാണ് കുറച്ച് 20 വർഷത്തിന് ശേഷം ഞാൻ മെല്ലെ ഇറങ്ങി വന്നത്. ഇപ്പോൾ ഞാൻ മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കുന്നതിനേക്കാളും എനിക്ക് എന്നോട് തന്നെ ഇഷ്ടം തോന്നി. സെൽഫ് ലവ്, അതാണ് മെയിനായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. എനിക്ക് എന്താണോ ഇഷ്ടം, എൻ്റെ പാഷനാണ് ഞാനിപ്പോൾ ചെയ്തത്. പക്ഷെ അത് മറ്റുള്ളവർക്കും കൂടി ഒരു നല്ല കാര്യത്തിലായിട്ട് വരുന്നതുണ്ടെങ്കിൽ നല്ലത്. നമ്മൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് ഇപ്പം ഭർത്താവ്, ഭാര്യ, കുട്ടികൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു ഭർത്താവ് എന്നുള്ളൊരു സപ്പോർട്ട് ഇല്ലാതെ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ പൂർണ്ണമായും നിലനിന്ന് പോകാൻ കഴിയും, അതായത് പിടിച്ചു നിൽക്കാൻ കഴിയില്ലേ? പിടിച്ചു നിൽക്കാൻ കഴിയും. പിന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെ നല്ലോണമുണ്ട്. വാപ്പ, ഉമ്മ, പിന്നെ ഉമ്മയുടെ ഫാമിലി എല്ലാവരും കൂടെ തന്നെയാണ് ഉള്ളത്. പിന്നെ എൻ്റെ 3 പെൺകുട്ടികളുണ്ട്. അപ്പം ഇനി അതിൽ കവിഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു സമ്പാദ്യമാണ്. അപ്പൊ എന്തിനാ അവര് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. ഇല്ല ഇല്ല ഇല്ല. പിന്നെ പടച്ചോന്റെ സഹായം കൊണ്ട് നല്ലൊരു ജോലിയും കിട്ടി. അതും സ്ഥിരതയുള്ള ഒരു ജോലിയിലേക്ക് ആയതുകൊണ്ട് നമ്മൾ ആരും ഡിപ്പെൻഡ്. ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ. ഇപ്പൊ ഞാൻ 15 ഇയേഴ്സായി സർവീസിൽ, 15 വർഷമായി. അപ്പൊ ഇത്രയും കാലം മുന്നോട്ട് പോകുന്നു ഞാൻ വിചാരിച്ചില്ല കയറിയപ്പോൾ. കാരണം പല പല സ്ഥലങ്ങളിലാണ് കിട്ടിയത്. ട്രെയിനിൽ യാത്ര ചെയ്തിട്ടാണ് പിണറായിൽ പോയത്, പിന്നെ ബസ് യാത്ര ചെയ്ത് ഉള്ളേരി, അങ്ങനെ വീടിൻ്റെ അടുത്ത് കിട്ടിയത് ഇപ്പോൾ ഈ അടുത്താണ് കിട്ടിയത്. അതാണ് ഒരു 10 മിനിറ്റ് ദൂരത്തിൽ. കുറേ യാത്ര ചെയ്തിട്ടാണ് ഈ കോഴിക്കോട് ജില്ലയിലേക്ക് തന്നെ എത്തിയത്. എന്താണ് ഇനി ഒരു എയിം? എന്താണ് എയിം? ഞാൻ ചോദിച്ചത്, നിങ്ങളിപ്പോൾ റീൽസൊക്കെ ചെയ്യുന്നുണ്ടോ? ഓക്കെ, അതൊക്കെ ഒരു നമുക്കൊരു ടൈം പാസ് നമുക്ക് എടുക്കാം. കാരണം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തന്നെ നല്ല പാവപ്പെട്ട രോഗികളെ സഹായിക്കുക, അവരെ ചികിത്സിക്കുക. അതിൻ്റെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ രോഗികൾ വരുമ്പോൾ വളരെ പ്രയാസം ഉണ്ടായിട്ട് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ അവർ പേഴ്സണലി അവരുടെ പ്രയാസങ്ങൾ നിങ്ങളോട് പറയുമോ? വളരെ അപൂർവം. ഒന്നാമത് നമ്മുടെ സ്ത്രീകളെയും കൂടി അതിന് ആശുപത്രി ആയതുകൊണ്ട് അവിടെ സമയമില്ല പേഴ്സണൽ നമുക്ക് പറയാൻ. അവർ വരിക, രോഗം കാണിച്ച് പോവാന്നല്ലാണ്ട് അങ്ങനെ ഒരു നമുക്ക് കോണ്ടാക്ട് അങ്ങനെ വരാറില്ല. ചികിത്സിച്ച രോഗികളിൽ ഏറ്റവും അടുപ്പം തോന്നിയ ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ? ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ബീച്ച് ആശുപത്രിയിലായിരുന്നു. അവിടുത്തെ എമർജൻസി വിഭാഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, അത്യാഹിത വിഭാഗം. അവിടെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കുറേ പേരെ ജീവിതത്തിലേക്ക് കരകയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന എമർജൻസി ആ ലെവലിൽ നിന്ന് നമുക്ക് ആ സമയത്തെ ഇടപെടൽ കൊണ്ട് കയറിപ്പോയ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പാമ്പ് കടിയേറ്റ് വന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്. ഇപ്പം അത് ഓർമ്മയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോയെന്നാലും ആ സമയത്ത് നമുക്ക് പേഴ്സണലായിട്ട് പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ നല്ലോണം കിട്ടിയ ഒരു ഇതായിരുന്നു. ബീച്ച് ആശുപത്രിയിൽ ഞാൻ ഏകദേശം 4 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. അതും അത്യാഹിത വിഭാഗത്തിൽ തന്നെ ജോലി ചെയ്ത്, ഏറ്റവും തിരക്കുള്ള വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ പല ആളുകളെയും നമുക്ക് അന്ന് ഉപയോഗപ്പെടുത്തുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതെ അതെ. അതും 2 ആശുപത്രികളും അതേപോലെ തന്നെയാണ്. 2 വിഭിന്നമായ രീതികളാന്നേ ഉള്ളൂ. അതാണ്.
ഇനിയിപ്പോൾ ഒരു എയിം എന്ന് പറയാനൊന്നുമില്ല. നമ്മളിപ്പം 3 കുട്ടികളുണ്ട്, 3 പേർക്കും ഏറ്റവും മാക്സിമം എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുക, അതാണ് ലക്ഷ്യം. അല്ലാതെ അവരെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളൊരു എയിമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത്, അതായത് ആവശ്യം വരുന്ന സമയങ്ങളിൽ എഡ്യൂക്കേഷൻ നല്ലോണം ആക്കുക. അപ്പം അതാണ് മെയിനായിട്ടുള്ളൊരു എയിം. ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് എല്ലാ സ്ത്രീകളിലും ഒരു എഡ്യൂക്കേഷൻ, അതായത് ഒരു ഏണിങ്ങിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതാണ് വളരെയധികം ആഗ്രഹിക്കുന്നത്. ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവണമെങ്കിൽ അത് അത്യാവശ്യമാണല്ലോ. അതാണ് നിങ്ങളുടെ മനസ്സിലൊരു കൺസെപ്റ്റ് അല്ലേ? പിന്നെ ഈ റീൽസ് ചെയ്യുന്നതിന് അതിലൂടെ ഒരു നല്ല ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ ഒരു ആഗ്രഹമാണ്. അതിനൊന്ന് എയിം എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയൂലേ, നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ. അതിൽ വായിക്കുമോ പുസ്തകങ്ങൾ? കുറച്ച് കുറവാണ്. സിനിമ കാണൂലേ? സിനിമ കുറേ കാണും. എന്ത് തരത്തെ സിനിമകളാണ്? കൂടുതലും ത്രില്ലേഴ്സ്, ക്രൈം ത്രില്ലേഴ്സ് ആണ് കാണുന്നത്. ഇൻവെസ്റ്റിഗേഷൻ മോഡലുള്ളതാണ്. സത്യത്തിൽ ഡോക്ടറല്ല, പോലീസാണ് തോന്നുന്നല്ലേ? കണ്ടുപിടിക്കപ്പെടുക, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. ആരുടെ പുസ്തകങ്ങളാണ് അങ്ങനെ വായിക്കുന്നതും അല്ലെങ്കിൽ സിനിമ കാണുന്നതൊക്കെ? അങ്ങനത്തെ സിനിമകളിപ്പോൾ അതിൽ ഭാഷയൊന്നും പ്രശ്നമല്ല. എന്ത് ഭാഷയിലായാലും ഇത് സസ്പെൻസ് ആണോ എന്നുള്ളത് ആദ്യം ചോദിച്ച് മനസ്സിലാക്കും, പിന്നെ അതിരുന്ന് കാണാന്നുള്ളത്. പാട്ട് പാടില്ലേ? പാട്ട് പാടൂല. ഇല്ല. പാട്ട് വളരെ ഇഷ്ടമാണ്. അത് ഇങ്ങനെ ബ്ലൂടൂത്തിൽ പാട്ടാണ് ഇഷ്ടം? ഹിന്ദിയാണ് കൂടുതലും ഇഷ്ടം. ഹിന്ദിയിലെ പഴയതാണെങ്കിൽ കിഷോർ കുമാറിന്റെ, പിന്നെ അരിജിത് സിംഗിന്റെ ഇപ്പത്തെ കുറച്ച് ലേറ്റസ്റ്റ് റൊമാൻറ്റിക് മെലഡീസ് ആണ്. പിന്നെ ഡപ്പാങ്കൂത്ത് പാട്ടുകൾ ഡാൻസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പാട്ടുകളെ സെലക്ട് ചെയ്യാം. ഞാൻ ഓഡിയൻസിനെ അതെ കൂടുതൽ അതെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് അധികം ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ക്ലാസിക്കലായിട്ട് ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല. പഠിക്കണമെന്ന്, കഥക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ചിലപ്പോൾ ഒന്ന് പഠിച്ചു തുടങ്ങണം എന്നുണ്ട്. അതാണ് ഒരു ഇഷ്ടമുള്ള പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തോന്നുന്നു. അതെ, നമ്മളെന്ത് വായിക്കുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും ഒക്കെ. പിന്നെ ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങൾ ഹാപ്പിയാണ്? അതെ. ഇപ്പോൾ ഒരുപാട് പേഷ്യൻസിനായിട്ട് നേരിട്ട് ബന്ധപ്പെടാനും അവർക്കുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഡോക്ടർ സബീന എന്നുള്ള നിലക്ക് യു ആർ വെരി ഹാപ്പി. അതേസമയം ഒരു കലാകാരി എന്ന നിലക്ക് ഇനിയും ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.